ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ചെൽസി വേഴ്സ് ഫുൾഹാം മത്സരത്തെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രീമിയർ ലീഗിൽ നടന്ന ചെൽസി വേഴ്സ് ഫുൾഹാം മത്സരം 2-1 എന്ന ഗോൾ സ്കോറിലാണ് ചെൽസി തോൽവി വഴങ്ങിയിരിക്കുന്നത്. ഈ ഒരു തോൽവിയോടുകൂടി 35 പോയിൻറ്റുമായി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയിരിക്കുകയാണ്. ചെൽസിയുടെ ഹോം ഗ്രൗണ്ടായ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരം വിജയിക്കാൻ സാധിച്ചായിരുന്നെങ്കിൽ 2ാം സ്ഥാനം നിലനിർത്താമായിരുന്നു. വരും മത്സരം ക്രിസ്റ്റൽ പാലസുമായിട്ടാണ് ചെൽസിയുടെ നെക്സ്റ്റ് മത്സരം വരുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പ്ലേയേഴ്സിൻ്റെ ഗെയിം വാച്ച് ചെയ്യുന്ന സമയത്ത് ഓവർ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻസോ ഫെർണാണ്ടസ് ആയാലും അതുപോലെ ജെയ്ഡൻ സാൻജോ, സെൻറ്റർ ഫോർ നിക്കോളാസ് ജാക്സൺ റീസെൻ്റ്ലി കളിച്ച ലാസ്റ്റ് കളിച്ച ഒരു 5 മാച്ച് നമ്മൾ വാച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു മാച്ചസിൽ കറൻ്റ്ലി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. മച്ച് ബെറ്ററായിട്ട് എനിക്ക് ഈ ഒരു മാച്ചിൽ തോന്നിയത് കോൾ പാമർ മാത്രമാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പ്ലെയറും ഒരു ലേസി ഫീൽ ആയിരുന്നു എനിക്ക് പേഴ്സണലി വാച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ടോപ്പ് 4 ലിസ്റ്റ് നോക്കുമ്പം 45 പോയിൻറ്റുമായിട്ട് ലിവർപൂൾ മാത്രമാണ് 1ാം സ്ഥാനത്ത് തുടർന്നു കൊണ്ടിരിക്കുന്നത്. മീൻസ് ടോപ്പ് 4ൽ എന്തായാലും കൺഫേം ആണ് എന്ന് പറയാൻ ലിവർപൂളിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ബാക്കി വരുന്ന 3 ടീമുകളായാലും 3-4 പോയിൻറ്റ് ഡിഫറൻസ് മാത്രമേ അവർ തമ്മിലുള്ളൂ. അപ്പോൾ വരും മത്സരങ്ങളിൽ ചെൽസിക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ടോപ്പ് 4 എന്നുള്ള ഒരു ലിസ്റ്റിലേക്ക് ചെൽസിക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.